സ്ത്രീജന സഖ്യത്തിൻ്റെ മഹായിടവക സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഇഷ കൊച്ചമ്മ, വൈസ് പ്രസിഡന്റ് സാലി കൊച്ചമ്മ, മറ്റ് ഔദ്യോഗിക ഭാരവാഹികളെ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ക്രമീകരിക്കപ്പെട്ട ഒരു ഓൺലൈൻ പഠന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. വളരെ ക്രമീകൃതമായ രീതിയിൽ ഈ പരിപാടി, ഈ ഒരു പ്രോഗ്രാം മഹായിടവകയിലെ സ്ത്രീജനങ്ങൾക്കും പൊതുവെ സഭയ്ക്ക് ആകമാനവും അനുഗ്രഹകരമായ രീതിയിൽ, പ്രയോജനകരമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ എല്ലാ സംഘാടകരോടും ഉള്ള നന്ദിയും ഒപ്പം അവർക്കെല്ലാം ഉള്ള അനുമോദനവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സുജീവനം വളരെ മനോഹരമായ ഒരു വാക്കാണ്. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കെടുത്തപ്പോൾ വേറൊരു സജീവ സമാനമായ ടൈറ്റിലിൽ മറ്റൊരു പ്രോഗ്രാമിന്റെ ഒരു പടം കാണുകയുണ്ടായി. അതിന്റെ പേര് ജീവനം എന്നാണ്. ജീവനം, സുജീവനം. നമ്മള് ഇങ്ങനെയുള്ള ചില ടൈറ്റിലുകളിലൂടെ ചില സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിത ശൈലിയെ സംബന്ധിച്ച്, നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിത ഇടപെടലുകളെയൊക്കെ സൂചിപ്പിക്കുന്ന, സംബന്ധിക്കുന്ന ഒരു ടൈറ്റിലായി, തലക്കെട്ടായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കുന്നു. സുജീവനം എന്ന് പറയുമ്പോൾ സംതിങ് ഈസ് നോട്ട് റൈറ്റ് വിത്ത് അസ്, therefore we have to take serious action in order to have a good life. സുജീവനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ഒരു സാധാരണ ജീവിതമല്ല, സുഖകരമായ ഒരു ജീവനം, ഒരു ജീവിതം. എല്ലാവർക്കും സുഖകരമാകുന്ന, ലോകത്തിനാകമാനം, പ്രപഞ്ചത്തിനാകമാനം, ദൈവത്തിന്റെ സൃഷ്ടികൾക്കാകമാനം സുഖപ്രദമാകുന്ന, സന്തോഷപ്രദമാകുന്ന, സമാധാനപ്രദമാകുന്ന ആ സു എന്നുള്ള വാക്കിന് നമുക്ക് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കൊണോട്ടേഷൻസ് വരുത്താൻ കഴിയുമോ അത്രത്തോളം കൊണോട്ടേഷൻസ് ഒക്കെ വരുത്തി ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളെ ഒക്കെ അതിജീവിച്ചുള്ള, ദൈവം തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി, അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, അത് സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണ്. സത്യത്തിൽ ഏതൊരു സമൂഹത്തിന്റെയും സുജീവനത്തിന്, സുജീവിതത്തിന് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ്. സ്ത്രീ പങ്കാളിത്തം, സ്ത്രീ നേതൃത്വം, സ്ത്രീകളുടെ ഇടപെടലുകൾ, സ്ത്രീകളുടെ നയിക്കലുകളൊക്കെ സ്വാഭാവികമായിട്ടും ഏതൊരു സമൂഹത്തിൻ്റെയും സുജീവനത്തിനും സുജീവിതത്തിനും സഹായകരമാണ്, അതിന് അനുകൂല ഘടകമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ, വിമൻസ് ഫെലോഷിപ്പിന്റെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അത്തരത്തിലുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് ഇടയാകട്ടെ, സഭയുടെ ഒരു നവീകരണത്തിന്, ഒരു പുനരുജ്ജീവനത്തിന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇടയാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. ഈ സുജീവനത്തിന്റെ തുടർ പഠനത്തിന് നമ്മൾ ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോർഡ്സ് പ്രേയറാണ്. എൻ്റെ ഇന്നത്തെ ചിന്തകൾ പ്രധാനമായും 4 തലക്കെട്ടുകളായിട്ടാണ് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം പുട്ടിംഗ് ദ പ്രേയർ ഇൻ പെർസ്പെക്റ്റീവ്. കർത്താവിന്റെ പ്രാർത്ഥനയെ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയെ ശരിയായ ഒരു ദർശനത്തിൽ, കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുക. ടു ഗെറ്റ് ദ റൈറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദ പ്രേയർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനേയും വളരെ കൃത്യമായ, സുവിദിതമായ, വളരെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെ ഈ പ്രാർത്ഥനയെ വളരെ കൃത്യമായി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്,
അതിനെ കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഭാഗം. അതിൽ 2-3-4 കാര്യങ്ങൾ ഞാൻ ഉപ സബ് ടൈറ്റിൽസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, പരിശുദ്ധമാക്കപ്പെടണമേ, പൂജിതമാക്കപ്പെടണമേ, അങ്ങനെ പല പരിഭാഷകൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഹാലൗഡ് ബി ദൈ നെയിം എന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ സപ്ലിക്കേഷൻ, കർത്താവിന്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ സപ്ലിക്കേഷൻ ആണത്. ആദ്യത്തേത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദാറ്റ് ഈസ് ആൻ അഡ്രസ്. And from the address, then the prayer moves to the supplication. And this is the first supplication, hallowed be thy name. അപ്പോൾ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമത്തെ കുറിച്ചാണ്. ദ നെയിം ഓഫ് ഗോഡ് ബിയോണ്ട് നെയിമിങ്. അതായത് ദൈവത്തിന്റെ നാമം എന്നുള്ളത് നമ്മളുടെ പേരിടാനുള്ള പരിശ്രമങ്ങൾക്കൊക്കെ അതീതമാണ്. വി കനോട്ട് സിംപ്ലി നെയിം ഗോഡ്. വി കനോട്ട് സിംപ്ലി കൺഫൈൻ ഗോഡ് ഇൻ ടു എ സിമ്പിൾ നെയിം. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് എന്തിനും പേരിടുക എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം അതിന്റെ എന്താണ് ദൈവനാമത്തിന്റെ സവിശേഷത, എന്താണ് ദൈവനാമത്തെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ വളരെ കൃത്യമായ ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഇൻവോൾവ്. ഏതൊരു ആരാധകന്റെയും ഏതൊരു സാധാരണ മനുഷ്യന്റെയും ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ഉൾപ്പെടുത്താനുള്ള, നമ്മുടെ ജീവിതക്രമങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്താനുള്ള, ദൈവത്തെ എൻഗേജ് ചെയ്യിക്കാനുള്ള ഒരു ക്ഷണമാണ്. an invitation to involve God, invoking the attention of God into the worldly matters. മൂന്നാമത്തെ ചിന്ത അതാണ്. നാലാമത്തത് വിശുദ്ധമാക്കപ്പെടണമേ എന്നുള്ളതാണ്. വിശുദ്ധി എന്നുള്ളത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആകാൻ സാധ്യതയുള്ള, വളരെ വിമർശനാത്മകമായി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പദമാണ്. അപ്പോൾ ദൈവം വിശുദ്ധനാണ്. ദൈവത്തിന്റെ വിശുദ്ധി എന്താണ്, ഏത് തരത്തിലാണ് ദൈവത്തിന്റെ നാമം ലോകത്തിൽ വിശുദ്ധമാക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. we try to understand holiness as divine justice, the holiness of divine justice. അപ്പോൾ ദൈവിക നീതിയുടെ വിശുദ്ധിയെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ ഒരു നക്ഷൽ എന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിന്റെ നാമം ഏത് സാഹചര്യത്തിലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ യാഥാർത്ഥ്യമാകുമ്പോൾ. അടുത്ത പ്രാർത്ഥന എങ്ങനെയാണ്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്നതൊക്കെ ഒരർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഉള്ളൊരു വ്യാഖ്യാനങ്ങളായിട്ട്, ഈ പ്രാർത്ഥനയെ, ഈ ഒരു സപ്ലിക്കേഷനെ കുറച്ചുകൂടി ഉറപ്പിക്കുന്ന ഒരു അപേക്ഷയായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ദ ഹോളിനെസ് ഓഫ് ഡിവൈൻ ജസ്റ്റിസ്. അപ്പോൾ ഒന്നാമതായി വി ആർ ട്രൈങ് ടു പുട്ട് ദ പ്രയർ ഇൻ പെർസ്പെക്റ്റീവ്. നമ്മൾ ഈ പ്രാർത്ഥനയെ ഒന്ന് ശരിയായിട്ടൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതിനെ പറയുന്നത് കർത്താവിന്റെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. വി ഓഫൻ കോൾ ദിസ് പ്രയർ ആസ് ലോർഡ്സ് പ്രയർ. ബട്ട് മേ ബി ദാറ്റ് ഓൾസോ ഹാസ് ടു ബി കോണ്ടെക്ച്വലി അണ്ടർസ്റ്റുഡ്. ഈ കർത്താവിന്റെ പ്രാർത്ഥന, അതെല്ലാം കുറച്ചുകൂടെ പറഞ്ഞാൽ പറയും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. കർത്താവിന്റെ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആയിരിക്കാൻ സാധ്യതയില്ല. ദ പ്രയർ ദാറ്റ് ജീസസ് ടോട്ട്, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. കുറച്ചുകൂടി കൃത്യമായി പറയുമ്പോൾ നമുക്കറിയാം, കർത്താവ് ഈ ഒരു പ്രാർത്ഥന ഒരു മോഡലായി പഠിപ്പിക്കുമ്പോഴും when Jesus prayed, we don't see Jesus say this prayer at any moment in his life. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കർത്താവ് ഈ പ്രാർത്ഥന പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാ പ്രാർത്ഥനകളും, കർത്താവിന്റെ പ്രാർത്ഥനകൾ കോണ്ടെക്ച്വൽ ആയിട്ടുള്ള പ്രാർത്ഥനകളാണ്. മഹാപുരോഹിത പ്രാർത്ഥനയാണെങ്കിലും അതുപോലെയുള്ള ഓരോരോ സമയങ്ങളിലെ പ്രാർത്ഥനകളാണെങ്കിലും, ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളാണെങ്കിലും, ഗെത്സമനയിലെ പ്രാർത്ഥനകളാണെങ്കിലും, we see Jesus was not following a certain pattern. അല്ലെങ്കിൽ ഈ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്ന ഈ പ്രാർത്ഥനയുടെ ഒരു പാറ്റേണില് കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. His prayer was contextual prayers. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ കൃത്യമായ സാഹചര്യത്തിനനുസരിച്ചുള്ള, സന്ദർഭത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥനയെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ദ പ്രയർ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്.
ശരിയായ ക്രിസ്തീയ ശുശ്രൂഷകരുടെ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഒരു പ്രാർത്ഥനയായി നമുക്ക് വേണമെങ്കിൽ ഈ പ്രാർത്ഥനയെ കാണാനായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥന നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലുമാണ്. ബട്ട് നമ്മൾ ഈ ആവർത്തിക്കുന്ന കർത്താവിന്റെ പ്രാർത്ഥന എക്സാക്ട്ലി അങ്ങനെയല്ല. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു എന്നുള്ള ഭാഗം പിന്നീട് ഒരു ട്രഡീഷണലി അറ്റാച്ച് ചെയ്യപ്പെട്ടതാണ്. രണ്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുറേയധികം വ്യത്യാസങ്ങൾ, കുറേയധികം ഭേദങ്ങൾ, ഈ പാഠങ്ങൾ തമ്മിൽ ഭേദങ്ങൾ കാണാൻ സാധിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മാത്യു പ്രാർത്ഥിക്കും, മത്തായിയുടെ പ്രാർത്ഥനയിൽ പറയുമ്പോൾ അത് ലൂക്കോസിലേക്ക് വരുമ്പോൾ ഹി സിംപ്ലി അഡ്രസ് ഇറ്റ് ഫാദർ, പിതാവേ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഈ പ്രാർത്ഥന രണ്ടിലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ രണ്ടിടങ്ങളിലും ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ 6-ാം അധ്യായം 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന് സുദീർഘമായ ഒരു പഠിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ കർത്താവിന്റെ പ്രാർത്ഥന കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, സെർമൺ ഓൺ ദ പ്ലെയിൻ എന്നുള്ള ഭാഗത്തിലേക്ക് വരുമ്പോൾ, ദിസ് പ്രയർ ഈസ് ടോട്ട് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദി ഡിസൈപ്പിൾസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു, അതുകൊണ്ട് നീ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു പഠിപ്പിക്കലിന്റെയും പശ്ചാത്തലത്തിലാണ്. നമുക്കതിനെ വേണമെങ്കിൽ ഒരു പെഡഗോജിക്കൽ കോണ്ടെക്സ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിപ്പിക്കാനുണ്ട്, കുറച്ചു പേർ പഠിക്കാനുണ്ട്. അതായത് ചിലതൊക്കെ അറിയാനും അറിയിക്കാനും മനുഷ്യന്റെ അറിവും ജ്ഞാനവും ഒക്കെ വർദ്ധിപ്പിക്കാനും അവരുടെ ബൗദ്ധികമായിട്ടുള്ള അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുവാനും അവരുടെ മനസ്സിലാക്കലുകളെ മാറ്റിമറിക്കാനുമുള്ള ബോധപൂർവമായ ഒരു പരിശ്രമത്തിന്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഇൻ എ ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റ്. ഒരു ആരാധന നടക്കുന്ന സമയത്ത് കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല. യഹൂദ ദേവാലയത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയെ നമ്മൾ കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ വി ക്യാൻ സ്റ്റിൽ കോൾ ഇറ്റ് അസ് ലോർഡ്സ് പ്രേയർ. കർത്താവിന്റെ പ്രാർത്ഥനയാണ്. കർത്താവിൽ നിന്നും ഉൽപ്പാദിതമായി വന്നിരിക്കുന്ന ഉത്ഭവിച്ച് സഭയുടെ പാരമ്പര്യങ്ങളിലേക്ക്, വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയായിരിക്കുമ്പോൾ തന്നെ the prayer is becoming the prayer of discipleship. ശിഷ്യത്വത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അതൊരു കേവലമായ പ്രാർത്ഥന. നമ്മൾ പറയുന്നില്ല ദിസ് പ്രയർ ഈസ് എ ഫേമസ് പ്രയർ, അല്ലേ? ഇത് വളരെ പ്രശസ്തമായ ഒരു പ്രയർ ആണ്, ഒരുപാട് പ്രശംസിക്കപ്പെടുന്നു. ഇന്നലെ വിജയച്ചൻ ആമുഖ ഭാഗത്ത് ഈ പ്രാർത്ഥനയെ കുറിച്ച് പ്രശംസകൾ അർപ്പിച്ച് ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്, പലതരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രാർത്ഥന എങ്ങനെയാണ്, എത്രത്തോളം പ്രാർത്ഥനയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന്റെ പ്രശസ്തിയോ പ്രശംസയോ അല്ല, മറിച്ച് പ്രസക്തിയും പ്രായോഗികതയുമാണ് പ്രാർത്ഥനയെ പ്രധാനമാക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് ആവർത്തിക്കാം. പ്രശസ്തിയോ പ്രശംസയോ അല്ല, പ്രസക്തിയും പ്രായോഗികതയുമാണ് നമ്മളുടെ പ്രാർത്ഥനകളെ പ്രധാനമാക്കുന്നത്. നമ്മൾ പറയത്തില്ലയോ, അയാളുടെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ്, അല്ലേ? അത്ര മനോഹരമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മനോഹരമായി പ്രാർത്ഥിക്കുന്നതിനിടയിൽ അത്രത്തോളം മനോഹരമായി പ്രാർത്ഥിക്കാൻ അറിയാത്ത പലരും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഈ പ്രാർത്ഥനകളുടെ ഒക്കെ കർത്താവായ യേശുക്രിസ്തു പോലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വളരെ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. പ്രശസ്തമായ പ്രാർത്ഥനകൾ, മറ്റുള്ളവരുടെ പ്രശംസ ആർജിക്കുന്ന പ്രാർത്ഥനകൾ, അതല്ല പ്രാർത്ഥനയുടെ പ്രസക്തി. പ്രാർത്ഥനയെ പ്രധാനമാക്കുന്നത് അതിന്റെ പ്രസക്തിയാണ്. ദ റെലവൻസ് ആൻഡ് ദ പ്രാക്സിസ്. നേരത്തെ പറഞ്ഞ എന്താണ് പ്രാർത്ഥന? ഒരു ക്രിസ്ത്യൻ പ്രാക്സിസ്, അതിന്റെ പ്രായോഗികതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ പ്രസക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ ദിസ് ഈസ് ഡിസൈപ്പിൾഷിപ്പ്, പ്രയർ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, അതല്ലെങ്കിൽ ഡിസൈപ്പിൾസ് പ്രയർ, ശിഷ്യരുടെ പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇറ്റ് ഈസ് ആൻ ഇമാജിനേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റ് ഓർഡർ. ഈ പ്രാർത്ഥന മൊത്തത്തിൽ നമ്മൾ എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഇതൊരു വളരെ ഇന്ന് നമ്മളായിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ആ ലോകം അന്നായിരുന്ന
ഒരു ലോകത്തിന്, ഒരു ക്രമത്തിന്, സംവിധാനത്തിന്, ഒരു സമ്പ്രദായത്തിന് എതിരായിട്ട്, അതിന് വിരുദ്ധമായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഒരു ലോകത്തെ കർത്താവ് ഇമാജിൻ ചെയ്യുവാൻ, സങ്കല്പിക്കുവാൻ, സ്വപ്നം കാണുവാൻ, പ്രതീക്ഷിക്കുവാൻ ശിഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. Induces the disciples to imagine a different world. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള, ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തെ ഇമാജിൻ ചെയ്യുകയാണ്. അവർ പ്രേയർ ഷുഡ് ഓൾവേസ് റീഇമാജിൻ ദ വേൾഡ്. നമ്മുടെ ജീവിതങ്ങളെയും, നമ്മുടെ ലോകത്തെയും, നമ്മുടെ ചുറ്റുപാടുകളെയും, നമ്മുടെ അയൽപ്പക്കങ്ങളെയും ഒക്കെ പുനർസങ്കല്പിക്കാൻ കഴിയണം. രോഗം വരുമ്പോൾ സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയണം. സങ്കടം വരുമ്പോൾ സന്തോഷത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയണം. നമ്മുടെ വഴികളൊക്കെ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒരു വഴിയുടെ തുടർച്ച, ഒരുപാട് അസാധ്യതകളുടെ മധ്യത്തിൽ ഒരു സാധ്യതയുടെ വാതിലിനെ സങ്കല്പിക്കാൻ കഴിയണം. അതാണ് പ്രാർത്ഥനയുടെ ഊർജം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർത്താവ് ശിഷ്യന്മാരുടെ ഈ പ്രാർത്ഥന, ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഒരു പുതിയ ലോകത്തെ, ഒരു പുതിയ ലോകക്രമത്തെ ഇമാജിൻ ചെയ്യുന്നു. ആൻഡ് ജീസസ് ഈസ് empowering, encouraging the disciples to imagine a healthy world. അങ്ങനെ വേണേ പറയാം അല്ലെ? ഒരു ആരോഗ്യകരമായ ഒരു ലോകത്തെ, ഒരു ലോകക്രമത്തെ, ഒരു ലോക സംവിധാനത്തെ, ഒരു ആവാസ വ്യവസ്ഥയെ യേശു കർത്താവ് നമുക്ക് വേണ്ടി സങ്കല്പനം ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം നമുക്ക് വേണ്ടി പകർന്നു തരികയാണ്. നോക്കൂ, ഈ പ്രാർത്ഥനയുടെ ആത്യന്തികത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സോഷ്യൽ വെൽബീയിങ് ആണ്, ഒരു സാമൂഹിക ആരോഗ്യമാണ്. അതിൽ തന്നെ വ്യക്തികളുടെ ആരോഗ്യമുണ്ട്, കമ്മ്യൂണിറ്റീസിന്റെ ആരോഗ്യമുണ്ട്, പ്രപഞ്ചത്തിന്റെ ആരോഗ്യമുണ്ട്. അതെല്ലാം യേശു കർത്താവ് ഈ പ്രാർത്ഥനയിൽ അന്തർലീനമാക്കുന്നു. നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ ജീവിക്കുന്ന ഒരുപാട് സങ്കടങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആകുലതകളുടെയും ആശങ്കകളുടെയും ഒക്കെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു അസാധ്യതയെ സ്വപ്നം കാണാൻ, ഒരു ആരോഗ്യകരമായ, ഒരു സർവബന്ധിതമായ നന്മയുടെ, അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രതീക്ഷയുടെ, സമാധാനത്തിന്റെ ഒരു ലോകത്തെ ഇമാജിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലെ? അവിടെ പറയുന്നത് അത് തന്നെയാണ്. ഭക്ഷണത്തെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച്, ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് എല്ലാം അവിടെ കർത്താവ് നമ്മളെ സ്വപ്നം കാണാൻ, ഇമാജിൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്, ഈ പ്രാർത്ഥനയെ നമ്മൾ അതിന്റെ ശരിയായ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുമ്പോൾ, ഈ പ്രാർത്ഥന ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദൈവികമായ ഡിവൈൻ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ ഈ എക്കോളജിയിലൊക്കെ പഠിക്കുന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നൊക്കെ കേൾക്കാറുണ്ട്. അത് എല്ലാവർക്കും ജീവിക്കണം, മനുഷ്യർക്ക് മാത്രമല്ല, നമുക്ക് ജീവിക്കണം, പ്രകൃതിക്ക് ജീവിക്കണം. അത് മാത്രമല്ല, ഈ പ്രകൃതി നമ്മളായിരിക്കുന്ന ഇടം, നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് സംരക്ഷിക്കാനും വേണം. സസ്റ്റൈനബിലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഈ പ്രാർത്ഥന നമ്മളോട് പറയുന്ന ഒരു ഡിവൈൻ സസ്റ്റൈനബിലിറ്റി. ഹൗ ഡസ് ദ ഡിവൈൻ സസ്റ്റൈനബിലിറ്റി ഈസ് ബീങ് ഇംപ്ലിമെന്റഡ്? എങ്ങനെയാണ്? അതിനൊരു കൃത്യമായൊരു വാക്കുണ്ട്, അതിന് മിനിമാലിറ്റി എന്ന് പറയും. മിനിമാലിറ്റി. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നമുക്ക് തരണമേ. അത് നമ്മൾ 2 പ്രാർത്ഥനകളും വായിക്കുമ്പോൾ പറയുന്നത് ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ് അല്ലെ, ഗിവ് അസ് എവറി ഡേ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നാ പറയുന്നത്, തന്നുകൊണ്ടിരിക്കണമേ എന്നാ പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. രണ്ടിലും അർത്ഥം സെയിം ആണ്. നമ്മുടെ പ്രാർത്ഥനകളുടെ ഒക്കെ ഒരു പരിധി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാണ് ഒരു മിനിമാലിറ്റി എന്ന് പറയും. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഇന്ന് മിനിമാലിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അല്ലെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതശൈലി പോലെ ഒന്നും മിനിമൽ അല്ല. നമുക്ക് അതിരുകൾക്കുള്ളിൽ നമുക്ക് ജീവിക്കാൻ അറിയത്തില്ല. ഈ പ്രാർത്ഥന നമ്മളോട് പറയുന്നത് അതാണ്. നമ്മളുടെയൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സീമിതമാണ് എന്ന് പറയും അല്ലെ, പരിധിയുള്ളതാണ്.
പരിധിയുള്ളതാണ്. നിങ്ങൾ ഈ നസീമ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? നസീമ എന്ന് പറഞ്ഞാൽ സീമയില്ലാത്തതെന്നാണ്. സീമ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു നടിയുടെ പേരുണ്ട് സീമ, മലയാളത്തിൽ നടിയുടെ പേരുണ്ട്. സീമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിരെന്നാണ്. അതിരുകളുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതങ്ങൾക്കൊക്കെ അതിരുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്തിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒന്നിനും അതിരുകളില്ലാത്ത വരുമ്പോൾ, അതിരുകളില്ലാതെ വരുന്ന ഇടങ്ങളിലാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മിനിമൽ സസ്റ്റനൻസ് എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാതെ വരുന്നിടത്താണ് ഈ നമ്മൾ ആവശ്യത്തിലധികം ഉണ്ടാകല്. ഒരു മനുഷ്യൻ കഴിക്കാവുന്നതിലും കൺസ്യൂം ചെയ്യാവുന്നതിലും അധികം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ഒരുപാട് എന്താണ് അവശിഷ്ടങ്ങൾ, അതിനെന്താ പറയാ, വേസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അല്ലെ? നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി എന്താണ് മാലിന്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൾച്ചർ. ഇതിന്റെയൊക്കെ പൊളിറ്റിക്സ് അതാണ് ഈ പ്രാർത്ഥനയുടെ. മിനിമാലിറ്റി എന്ന് പറയുന്നത് അതാണ് സത്യത്തിൽ പറയുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഡിവൈൻ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ്. നാലാമത് ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയാനുള്ള പൊതുവായ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രെയർ ഓഫ് ഡെമോക്രറ്റൈസേഷൻ. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെ കർത്താവായ യേശു ക്രിസ്തു ഒരു ലിറ്റർജിക്കൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നിന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് കർത്താവ് പറയുന്നുണ്ട്. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി ദേവാലയത്തിൽ. കാരണം അന്ന് ദേവാലയത്തിലോ അതല്ലെങ്കിൽ വീടിനകത്ത് ക്ഷേമ പോലെയുള്ള കുടുംബ പ്രാർത്ഥനകളോ ഒക്കെ മാത്രമേ അന്ന് യഹൂദ മത സംവിധാനത്തിലും അതുപോലെ ഗ്രീക്കോ റോമൻ റിലീജിയസ് സിസ്റ്റത്തിലും ഒക്കെ നടന്നിട്ടുള്ളൂ. പക്ഷേ യേശു കർത്താവ് പൊതു ഇടത്തു കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. So the prayer is brought into the common place. ഒരു പൊതു ഇടത്തേക്ക്, പബ്ലിക് പ്ലേസിലേക്ക് ഈ പ്രാർത്ഥന എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പൊതു ജീവിതക്രമത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് നൽകുന്നുണ്ട്. The prayer is brought to the public or the common place. Because this prayer is a common man's prayer. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരു രാജാവിന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. ഈ പ്രാർത്ഥന ഒരു ചക്രവർത്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. ഈ പ്രാർത്ഥന ഒരു അധികാരിക്ക്, ഒരുപാട് ഉള്ള ആൾക്ക് ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, അർത്ഥവത്തായി പ്രാർത്ഥിക്കാൻ, പ്രസക്തമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്നതുള്ള സംശയം. കാരണം അങ്ങനെയാണെങ്കിൽ the content of this prayer betrays his lifestyle. അല്ലെ? ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ആ മനുഷ്യന്റെ ജീവിതക്രമത്തെ വല്ലാതെ വെല്ലുവിളിക്കുന്നുണ്ട്, വല്ലാതെ താറുമാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന എന്ന ഒരു ലിറ്റർജിക്കലായി മാത്രം നടന്നിരുന്ന, ദൈവാലയത്തിനുള്ളിലാണെങ്കിലും അതല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലാണെങ്കിലും അത്രത്തോളം വളരെ ക്രമീകൃതമായ ചിട്ടവട്ടങ്ങളുടെ പരിധിക്കുള്ളിൽ നടന്നിരുന്ന ഒരു പ്രാർത്ഥനയെ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന കർമ്മത്തെ യേശു കർത്താവ് ഒരു പൊതു അനുഭവമാക്കി, ഒരു പൊതു സാധ്യതയാക്കി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ 4 സവിശേഷതകളാണ്. ഒന്ന് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ലോർഡ്സ് പ്രേയർ സൈമൾട്ടേനിയസ്ലി ദ ഡിസൈപ്പിൾസ് പ്രേയർ. അത് ശിഷ്യരുടെ പ്രാർത്ഥനയാണ്. രണ്ടാമത്, ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഒരു പുതിയ ലോകക്രമം, ഒരു ഓൾട്ടർനേറ്റ്, ഒരു ബദൽ ലോകക്രമം, കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യകരമായ ഒരു സാമൂഹിക, വ്യക്തിപരമായ, കുടുംബപരമായ ഒരു സാഹചര്യത്തെ സങ്കല്പിക്കാൻ, സ്വപ്നം കാണാൻ, പ്രതീക്ഷിക്കാൻ യേശു കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് ഒരു ദൈവികമായ ഡിവൈൻ സസ്റ്റൈനബിലിറ്റി. ഡിവൈൻ സസ്റ്റൈനബിലിറ്റി ഈസ് ഇൻ ഇറ്റ്സ് മിനിമാലിറ്റി. അതിന്റെ പരിമിതികളിലാണ് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ഇന്നിന്റെ ആവശ്യങ്ങൾ, ഇന്നിനെ നയിച്ചു കൊണ്ടുപോകുന്നതിന്റെ സാധ്യതകൾ, അതിനെക്കുറിച്ചുള്ള ഒരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഡിവൈൻ സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനമായി നമുക്ക് കാണാൻ സാധിക്കും. മന്നയെ കുറിച്ച് പോലും പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നാളത്തേക്ക് പെറുക്കരുത് എന്നുള്ളത്. നാളത്തേക്ക് പെറുക്കിയാല് അങ്ങനെ ഒരു പ്രയോഗം തന്നെയുണ്ട്. മന്ന ഇക്കോണമി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ദാറ്റ് ഈസ് നോട്ട് ഫോർ ടുമോറോ. യു കനോട്ട് അമാസ് ദ വെൽത്ത് ഫോർ ടുമോറോ. നാളേക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്പത്ത് കൂട്ടിവെക്കാൻ കഴിയില്ല. മന്ന അത് ഇന്നത്തേക്ക് മാത്രമാണ്, ഇന്നത്തെ വിശപ്പിനുള്ളതാണ്. See, that is all about the divine sustainability. മൂന്നാമത്, ഈ പ്രാർത്ഥനയിലൂടെ യേശു കർത്താവ് ജനകീയവൽക്കരിച്ചു. Because with this prayer, the prayer is becoming the common man's prayer. അല്ലെ? സാധാരണക്കാരന്റെ ഒരു പ്രാർത്ഥനയാണ്. ഏത് സാധാരണക്കാരനും പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നതിന്റെ സൗന്ദര്യമാണ് നമുക്ക് ഈ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കുന്നത്.
രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് വരുമ്പോൾ ഇതിലെ ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം എന്നുള്ളതാണ്, ദ നെയിം. സോ ഗോഡ്, ദൈവനാമം, ലൈക്ക് ദ നെയിം ഓഫ് ഗോഡ്. ദ നെയിം ഓഫ് ഗോഡ് ഈസ് ബിയോണ്ട് എനി നെയിമിങ്. ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പേരിടലിനും അപ്പുറമാണ്. നമ്മളുടെയൊക്കെ ഒരു പേരിടലിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്, പേരിന് രാഷ്ട്രീയം ഉണ്ടല്ലേ. നമുക്ക് പണ്ടൊക്കെ പേരുകളൊക്കെ വളരെ സെലക്ട് ചെയ്യും. എല്ലാവർക്കും എല്ലാ പേരും ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. ചില ആൾക്കാർക്ക് ചില പേരുകൾ അല്ലെ, ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത, നമ്മൾ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആണുങ്ങൾക്കൊരു പേര്, പെണ്ണുങ്ങൾക്കൊരു പേര്, ചില പേരുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇതിപ്പോ ആണുങ്ങളുടെ പേരല്ലേ എന്ന് പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലേ? എൽസമ്മേന്ന് ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് പേരിട്ടാൽ നിങ്ങൾ വിചാരിക്കുക എൽസമ്മേന്ന് ആൺകുട്ടി. ഈ ദക്ഷിണ കേരള മഹാ ഇടവകയിലൊക്കെ പേരിടുന്ന സമയത്ത് ഈ അപ്പന്റെയും അമ്മയുടെയും കൂടെ പേര് കൂട്ടിയാണ് മക്കൾക്ക് പേരിടുന്നത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തായ പ്രശസ്തനായ ഒരു അച്ഛന്റെ പേര് വൈറ്റി വിനയരാജ് എന്ന്. ഞാൻ വൈറ്റി വിനയരാജ് എന്ന് വിളിച്ചു വന്ന് ഒരു പ്രാവശ്യം അച്ഛന്റെ ഫുൾ നെയിം എത്തിട്ട് ആ പേര് ഇങ്ങനെ യാഹു തബീദ വിനയരാജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഫാദറിന്റെ പേര് യാഹു ഭർത്തമ സഭയിലെ ഒരു ഉപദേശിയായിരുന്നു. തബീദ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ പേരാണ്. എന്റെ പേര് ജോസഫ് സാമുവൽ എന്നാണ്. എൻ്റെ അമ്മമാരുടെ പേര് എങ്ങും നമ്മുടെ കൂട്ടത്തിൽ വെക്കാറില്ല. ഞാൻ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലെ എൻ്റെ പേരും എൻ്റെ അപ്പന്റെ പേരും പിന്നെ എൻ്റെ അമ്മയുടെ പേരും എൻ്റെ പേരും പിന്നെ എൻ്റെ അമ്മയുടെ അപ്പന്റെ പേരും ഒക്കെ ചേർത്താണ്. അപ്പോൾ അമ്മമാര് സത്യത്തിൽ വിസ്മൃതമാകുന്നുണ്ട്. അത് നല്ല ട്രഡീഷൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നുകിൽ നമ്മളത് ഒറ്റ പേരം കൊടുക്കണം, അപ്പന്റെ അമ്മയുടെ ഒന്നും ആരുടെയും പേര് കൊടുക്കാതിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനാധിപത്യപരമായിട്ട് രണ്ടുപേരുടെയും, അടുത്തിടയ്ക്ക് നമ്മളൊരു അച്ഛന്റെ കുഞ്ഞിന്റെ പേര് അച്ഛന്റെ കൊച്ചമ്മയുടെ, അച്ഛന്റെ ഭാര്യയുടെയും കൂടെ പേര് ചേർത്തിട്ടാണ്. ഇപ്പൊ പേരൊരു പൊളിറ്റിക്സ് ആണ്. എനിവേ, ഇത് പുതിയതല്ല, ഇത് പഴയത് തന്നെയാണ്. പേരൊരു പ്രശ്നമാണ്. പഴയ നിയമത്തിൽ നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് ദൈവത്തിന്റെ പേരിനെ കുറിച്ചുള്ള ആദ്യത്തെ സംവാദങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, മോശ ഹോരേ പർവ്വതത്തിൽ ആടുമേയിക്കാൻ ചെല്ലുന്ന സമയത്താണ് ഈ കത്തുന്ന മുൾപടർപ്പ് നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ വളരെ എന്താണ്, അവിടെ ഒരു വിഷൻ ഓഫ് പാരഡോക്സ് എന്ന്, ഒരു വൈരുദ്ധ്യത്തിന്റെ ഒരു ദർശനമാണ്. എന്ന് പറഞ്ഞാൽ ആ മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അത് കത്തി എരിഞ്ഞു പോകുന്നില്ല. ബേണിംഗ് ബട്ട് നോട്ട് ബേൺഡ് ബുഷ്. ജോർജ് ബുഷ് അല്ല, ബേണിംഗ്, the bush is burning but it is not burned down. അത് കത്തി അമരുന്നില്ല. അതൊരു വിഷ്വൽ കോൺട്രഡിക്ഷൻ ആണ്, പാരഡോക്സ് ആണ്. It is not consumed by fire. അവിടെ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ, നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, വിശുദ്ധ നാമം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധമാകിയാൽ ചെരുപ്പ് അഴിക്കുക. അത് രണ്ട് കാര്യങ്ങൾക്കില്ല. ഒന്ന്, ഈ ഒരു മിസ്റ്റീരിയസ് വിഷൻ, മിസ്റ്റീരിയസ് ബുഷ് അല്ലെ, വളരെ നിഗൂഢമായ ഒരു മുൾപടർപ്പാണ്, കത്തിയിട്ടും എരിഞ്ഞു ചാമ്പലാകാത്ത മുൾപടർപ്പ്. അതിനുശേഷം ആ രണ്ടാമത് കരയുന്ന ഭാഗം ദൈവത്തോട് മോശ പേര് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിന്റെ പേര്? ഞാൻ അവരോട് എന്താണ് പറയേണ്ടത്? ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? അന്നേരം ദൈവം ഒരു വാക്ക് പറയുന്നുണ്ട്, ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് നേരെ പറഞ്ഞ അതൊരു വെർബൽ പാരഡോക്സ് ആണ്. അത് ഒരു വാക്കുകളുടെ ഒരു വൈരുദ്ധ്യമാണ്. പേര് ചോദിച്ചാൽ പേര് പറയണം, അതിന് പകരം പേര് പറഞ്ഞു, എന്നാൽ അത് പേരാണോ? പേരല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ മുൾപടർപ്പ് കത്തുന്നുണ്ടോ? കത്തുന്നുണ്ട്. എന്നാൽ കത്തി അമരുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കിതിനെ കൃത്യമായി, ഇതിനകത്തൊരു മിസ്റ്റീരിയസ്, വളരെ ഗുപ്തമായ, വ്യക്തമാകാത്ത, നമുക്ക് തിരിച്ചറിയാനാവാത്ത ഒരു എന്താണ്, നമുക്ക് വിവേചിക്കാനാവാത്ത, നമുക്ക് പൂർണ്ണമായി നിർവചിക്കാനാവാത്ത, ഒരുപക്ഷെ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള നിലവാരങ്ങൾ കൊണ്ട് പൂർണ്ണമായി തിരിച്ചറിയാനാവാത്ത ചിലതൊക്കെ ഈ ദൈവികതയിലും ദൈവത്തിന്റെ പേരിലും ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ രണ്ട് സംഗതികളും അടിവരയിടുന്നത്. ഒന്ന്, കത്തിയിട്ടും കത്തിത്തീരാത്ത ഈ മുൾപടർപ്പും, പേര് ചോദിക്കുമ്പോൾ പേര് പറയാതെ പറഞ്ഞു വെക്കുന്ന ദൈവത്തിന്റെ സ്വയം പേരിടലും അല്ലെ. ഇത് രണ്ടും നമ്മളെ വളരെ കൃത്യമായി കൊണ്ടുവന്ന് എത്തിക്കുന്ന എന്തെന്നറിയാമോ? ഗോഡ് ഈസ് ബിയോണ്ട് നെയിമിങ്. ദൈവം പേരിടൽ കർമ്മങ്ങൾക്കൊക്കെ അപ്പുറമാണ്. യു കനോട്ട് ബാപ്റ്റൈസ് ഗോഡ് അല്ലെ. എന്നാൽ അതിനു മുമ്പ്, അതിനിടയ്ക്ക് തന്നെ ദൈവം
3-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. ഗോഡ് ഈസ് ഐഡന്റിഫൈങ് ഹിംസെൽഫ്. ദൈവം സ്വയം അവിടെ തിരിച്ചറിയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6, 15, 16 വാക്യങ്ങളിൽ പറയുന്നു, ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ആൻസെസ്റ്റേഴ്സ്. ഞാൻ നിന്റെ പൂർവീകരുടെ ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഐ ആം എ ഗോഡ് ഹു ഈസ് കൺസേൺഡ് വിത്ത് യുവർ പാസ്റ്റ്. നിന്റെ ഭൂതകാലത്തെ കുറിച്ച് ബോധ്യമുള്ള, നിന്റെ ഭൂതകാലത്തെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. ബിക്കോസ് ഐ ആം എ ഗോഡ് ഓഫ് യുവർ ആൻസെസ്റ്റേഴ്സ്. ദൈവം അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ മാത്രം ദൈവമല്ല, നിങ്ങളുടെ മാത്രം ദൈവമല്ല, ഞാൻ നിങ്ങളുടെ പൂർവീകരുടെ ദൈവമാണ്. ഒന്നാമത്തെ തിരിച്ചറിവ് ദൈവം തന്നെ പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് പിന്നെയും മോശ ദൈവത്തിന്റെ പേര് ചോദിക്കുന്നത്. അല്ല, എപ്പോഴും മോശയ്ക്ക് പിടികിട്ടിയില്ല. രണ്ടാമത് പറയുന്നു, ഐ ആം ദ ഗോഡ് ഓഫ് ഡെലിവറൻസ്. ഞാൻ നിന്റെ ജനം ഇസ്രായേൽ ജനത മിസ്രൈമിൽ അനുഭവിക്കുന്ന കഷ്ടത കണ്ട് ഇറങ്ങി വന്ന്, അവരുടെ ദുരിതങ്ങൾ കണ്ട് ഇറങ്ങി വന്ന് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ഐ ആം എ ഗോഡ് ഹു ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് യുവർ പ്രസന്റ്. പൂർവികരുടെ മാത്രം ദൈവമല്ല, പൂർവികരുടെ ജീവിത വഴികളിൽ കൂടെ ഇരുന്ന ദൈവം മാത്രമല്ല, മറിച്ച് ഇന്ന് ആ സമൂഹത്തിന്റെ പിൻതലമുറ അനുഭവിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വിഷമങ്ങളിൽ, സങ്കടങ്ങളിൽ കൺസേൺഡ് ആയിട്ടുള്ള, ഐ ആം ഗോഡ് ഓഫ് ദ പ്രസന്റ്. ദൈവം സ്വയം പരിചയപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് മൂന്നാമതും പറയുന്നുണ്ട്, ഐ ആം ദ ഗോഡ് ഓഫ് പ്രോമിസ്. അല്ലെ, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ഐ വിൽ ടേക്ക് യു, ഐ വിൽ ബ്രിങ് യു ടു ദ ലാൻഡ് ഫ്ലോയിങ് ഹണി ആൻഡ് മിൽക്ക്. ഫ്യൂച്ചറിസ്റ്റിക്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് സ്വയം ദൈവം തന്നെ പറയുന്നുണ്ട്. ദൈവം, ദ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗോഡ്, ഡിവൈൻ സെൽഫ് ഐഡന്റിഫിക്കേഷൻ. ഭാവിയും വർത്തമാനവും ഭൂതവും ഒക്കെ ഒരേപോലെ സമഗ്രമായി വിവക്ഷിച്ചിരിക്കുന്ന ദൈവികത. He has already told who he is, but even then Moses was not really convinced of God's name. ദൈവം ആരാണ്, എന്താണ് എന്ന് തിരിച്ചറിയാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. Again, furthermore, he asked, എന്താണ് നിന്റെ പേര്? What is your name? ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലുകൾക്കും അപ്പുറത്തേക്കുള്ള ചില ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് യുവർ നെയിം? ബിക്കോസ് വി നീഡ് എ നെയിം. നീ ആരാണ്, നീ എന്താണ്, നീ എങ്ങനെയുള്ളവനാണ്, നീ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, നാളെ എന്ത് ചെയ്യും എന്നുള്ളതിനേക്കാൾ ഉപരി വി നീഡ് എ നെയിം. അതാണ് ഇന്നത്തെ നമ്മുടെയും പ്രശ്നം. വി നീഡ് എ നെയിം. ഇന്നിപ്പോ ദൈവത്തിന്റെ പേരിലാണല്ലോ അടി. ഞാൻ ആ ഭാഗത്ത് അവസാനത്തിലേക്ക് വരാം. പേരിന്റെ പേര്, ദൈവത്തിന്റെ പേരിന്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിന്റെ പേരിൽ പരസ്പരം തല്ലിമരിക്കുന്ന ഒരു പ്രബുദ്ധ സാമൂഹിക സാഹചര്യത്തിലാണ് നാം. അപ്പോൾ ആ ചോദ്യത്തിലാണ് ദൈവം പറയുന്നത്, ഐ ആം ഹു ഐ ആം, ഐ ആം വാട്ട് ഐ ആം. ദാറ്റ് ഇസ് നോട്ട് എ നെയിം. അല്ലേ, അതൊരു തരത്തിലൊരു മുന്നറിയിപ്പാണ്. ദാറ്റ് സീംസ് ലൈക്ക് എ വാർണിംഗ്. അത് മോശയുടെ പരിശ്രമത്തിന് നേരെയുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പാണ്. ബിക്കോസ് ഐ ആം അൺനെയിമബിൾ. എനിക്ക് ഒരു പേരിന്റെ ഹാൻഡിൽ വെക്കാൻ കഴിയില്ല. പേര് പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉൾപ്പടർപ്പ് കത്തുന്നു പക്ഷെ കത്തുന്നില്ല. ഇവിടെ പേര് പറയുന്നു പക്ഷെ പേര് പറയുന്നില്ല. യു കനോട്ട് ഫിക്സ് ഗോഡ്. വി കനോട്ട് ഫിക്സ് ഗോഡ്. നമുക്ക് ദൈവത്തെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. യു കനോട്ട് ഡിഫൈൻ ഗോഡ്. ദൈവത്തെ നിർവചിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഭാഷയെ പറഞ്ഞ യു കനോട്ട് അൺബോക്സ് ഗോഡ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആമസോണിൽ നിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് തുറന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളതൊക്കെ കാണുമ്പോൾ അവർക്ക് കാശ് കിട്ടും. അൺബോക്സിങ്. നമ്മളൊരു ബോക്സ് തുറന്നൊരു സാധനം എടുത്താൽ അതിനകത്ത് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് യു കനോട്ട് അൺബോക്സ് ഗോഡ്. യു കനോട്ട് പുട്ട് എ ഹാൻഡിൽ ഓഫ് നെയിം ഓൺ ഗോഡ്. ദൈവത്തിന് പേരിന്റെ ഒരു കൈപ്പിടി നമുക്ക് ആർക്കും വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ടെട്രാഗ്രമറ്റോൺ എന്ന് പറയും. യാവേ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം YHWH എന്നാണ് ഈ യഹൂദന്മാർ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ എബ്രായ വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ പേര് പറയത്തില്ല, അതിന് അഡോനായി, ലോഡ് എന്നൊക്കെ പറയും. കാരണം ദൈവത്തിന്റെ വാക്ക് പോലും നമുക്ക് ഉച്ചരിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ ഒരു പഠിപ്പിക്കൽ അങ്ങനെയാണ്. അത്രത്തോളം വിശുദ്ധമായ ഒരു പേരിനെ ആൽഫബറ്റ് ചേർത്ത്, സ്വരാക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. അൺഅട്ടറബിൾ, അൺനെയിമബിൾ. ദൈവം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഐ ആം ഹു ഐ ആം ഓർ ഐ ആം വാട്ട് ഐ ആം എന്ന് ദൈവം പറയുമ്പോൾ
നമ്മളോട് ദൈവം പറയുന്നത് എന്താണെന്ന്? ഗോഡ്, ഐ ആം എ വെർബ്. ഞാനൊരു കർമ്മമാണ്, ഞാനൊരു പ്രവൃത്തിയാണ്. ഗോഡ് ഈസ് എ കർമ്മ. ഗോഡ് ഈസ് എ വെർബ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഗോഡ് ഈസ് എ വെർബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നെ വിഗ്രഹമാക്കാനുള്ള, അവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ന്യായപ്രമാണത്തിൽ. തന്നെ വിഗ്രഹമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും ദൈവം തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഐക്കണോക്ലാസ്റ്റിക് ഗോഡ്, വിഗ്രഹമാകാൻ ഇഷ്ടപ്പെടാത്ത, വിഗ്രഹമാക്കാനാകാത്ത ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവം എന്നുള്ളത് നിരന്തരം തുടരുന്ന ഒരു കർമ്മമാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് നെയിമിങ്. ആശ്രയമില്ലാത്തവരെ ആശ്ലേഷിക്കുന്ന ഒരു കർമ്മത്തിന്റെ പേരാണ് ദൈവം. അടിച്ചമർത്തപ്പെട്ടവരെയും അടിമത്തത്തിൽ ഇരിക്കുന്നവരെയും അന്വേഷിച്ചിറങ്ങുന്ന പ്രവൃത്തിയുടെ പേരാണ് ദൈവം. മറ്റുള്ളവർക്ക്, ഒന്നുമില്ലാതിരിക്കുന്നവർക്ക് ഭൂമിയും വിഭവങ്ങളും അനുഗ്രഹങ്ങളും ഒരുക്കി വെക്കുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് ദൈവം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് സുജീവനം എന്ന് പറയുന്നത്. അതാണ് സുജീവനം എന്ന വാക്കുകൊണ്ടും നമ്മൾ അർത്ഥമാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ നാമം എന്നുള്ളത്, ഇറ്റ് ഈസ് ബിയോണ്ട് അവർ അറ്റംപ്റ്റ് ഓഫ് നെയിമിങ്. ഗോഡ് ഈസ് അൺനെയിമബിൾ. പിന്നെ എന്താണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കമെന്ന് നമുക്ക് പിന്നീട് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയാം. മൂന്നാമത്തെ ചിന്ത, ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ഡിവൈൻ ഗോഡ്സ് ആക്ഷൻ, an invitation to involve God. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്താനുള്ള ഒരു ക്ഷണമാണ്. മൂന്ന് സപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഒന്ന് ഇവിടെ തുടങ്ങും, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെടണമേ, hallowed be thy name. നിന്റെ രാജ്യം വരണമേ, thy kingdom come. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, thy will be done on earth as it is in heaven. അതിനുശേഷം താഴോട്ട് പറയുന്നുണ്ട്, give us our daily bread. Forgive us, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം. Deliver us, അല്ലേ, പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ വിടുവിക്കണം. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു ഇംപെറേറ്റീവ്സ് ആണ്. ദൈവത്തോട് നമ്മൾ ചില കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയാണ്. അതായത് ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില ആഗ്രഹങ്ങളാണ്, ചില ആവശ്യങ്ങളാണ്. ഇതൊരു അടിയന്തരാവസ്ഥയെ, ഇറ്റ് റിമൈൻഡ്സ് us about an emergency situation that invites or invokes the interventions of God in our lives. ഈ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന ഈ ആഹ്വാനത്തിനും തുടർന്നുള്ള ആഹ്വാനങ്ങൾക്കും എല്ലാമുള്ള അന്തസത്തയാണ്. See, it is an invitation inviting God to intermingle with the world. ഈ ലോകത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ. Because God is the integral other in our lives. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ അന്തസത്ത എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്താനുള്ള ആഹ്വാനമാണ്. നാലാമതായിട്ട് എന്താണ് ദ ഹോളിനെസ് ഓഫ് ഡിവൈൻ ജസ്റ്റിസ് പറയുന്നത്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, ഭൂമിയിൽ വിശുദ്ധമാക്കപ്പെടണമേ എന്നാണ്. ദൈവം വിശുദ്ധനാണെന്നുള്ള സങ്കല്പം വളരെ പൗരാണിക പുസ്തകം 19-ാം അധ്യായത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ശബത്തിനെ ശുദ്ധമായി ആചരിക്കാൻ നോക്കാന്ന് പറയുന്നുണ്ട്. ശബത്തിനെ ശുദ്ധമായി ആചരിക്കാൻ. മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, മറ്റൊരു പാരഫ്രൈസിംഗില്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പോൾ ഇവിടെ ദൈവം തന്നെ പറയുന്നുണ്ട്, ഗോഡ് ആസ് ദ മോഡൽ ഓഫ് ഹോളിനെസ്. ദൈവത്തെ തന്നെ ഈ വിശുദ്ധിയുടെ ഒരു മാതൃകയായി അവതരിപ്പിക്കുക. നമുക്കറിയാം, ഈ ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകങ്ങളൊക്കെ ഒരു ഹോളിനെസ് കോഡ്, അതായത് ഒരു സമൂഹത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കാം, നമ്മുടെ മതത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എല്ലാ സമസ്ത മേഖലകളെയും എങ്ങനെ നീതിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, ദൈവികമായി സൂക്ഷിക്കാം എന്നുള്ളതിനുള്ള ചില സമവാക്യങ്ങളാണ്
ചില സംഹിതകളാണ് യഥാർത്ഥത്തിൽ ഹോളിനെസ് കോഡ് എന്ന പേരിൽ നമ്മൾ ലെവിറ്റിക്കസിൽ അറിയാം. അതിനകത്തോടെ കുഴപ്പങ്ങളുണ്ട്, ആ കുഴപ്പങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഹോളിനെസ് കോഡ് എന്ന് പറയുന്നത് നിയമങ്ങളുടെ അടിച്ചേൽപ്പിക്കലല്ല. ഇറ്റ് ഈസ് നോട്ട് ഇമ്പാക്ടിങ് ഓർ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റിങ് ദ ലോസ്, ബട്ട് അത് നീതിയുടെ ഉറപ്പാക്കലാണ് യഥാർത്ഥത്തിൽ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് കവനന്റ് ജസ്റ്റിസ് ഡിഫൈൻസ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശുദ്ധിയെ നിർണയിക്കുന്നത് ഉടമ്പടിയുടെ നീതിയാണ്. എസ്റ്റാബ്ലിഷിംഗ് ദ പീപ്പിൾ ഹു പ്രാക്ടീസ് ജസ്റ്റിസ്. ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ താല്പര്യം, ദൈവത്തിന്റെ സ്നേഹം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനായി ദൈവം നമുക്ക് നൽകുന്ന, സമൂഹത്തിന് നൽകുന്ന ചില ജീവിത സമവാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കോഡ്സ് ആയിട്ട്, ഹോളിനെസ് കോഡ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണെന്നറിയാമോ നൽകുന്നത്? അത് ഈജിപ്തിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇസ്രയേൽ ജനത വിടുവിക്കപ്പെട്ടതിന്റെ സാഹചര്യത്തിലാണ്. സോ ഡെലിവറൻസ് ഫ്രം ഈജിപ്റ്റ് ഇസ് ദ മോഡൽ ഫോർ ഹോളിനെസ്, അല്ലെ? മോശെ എന്ന ഫറവോനോട് പറയുന്നത് ലെറ്റ് മൈ പീപ്പിൾ ഗോ, എന്റെ ഈ ജനങ്ങളെ നീ വിടാൻ പറയുന്നുണ്ട്. കാരണം ആ എന്റെ ജനങ്ങളെ വിടുന്നതാണ് ഈജിപ്തിന് നല്ലത്. സോ ദാറ്റ് ദ ഈജിപ്റ്റ് വിൽ ബി സാങ്ക്ടിഫൈഡ്. ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ അടിമകളായി അല്ലെങ്കിൽ മിസ്രൈമിൽ അടിമകളായി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈജിപ്റ്റ് അശുദ്ധമാവുകയാണ്. അതോർക്കണം. നമ്മൾ ആരെങ്കിലും ഒക്കെ അടിമകളാക്കി വെക്കുമ്പോൾ, അടിച്ചമർത്തി വെക്കുമ്പോൾ, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ നമ്മൾ അശുദ്ധമാക്കുന്നത് നമ്മളുടെ ജീവിത വ്യവസ്ഥയാണ്. അതുകൊണ്ട് അടിമകൾ പുറപ്പെട്ടു പോകേണ്ടത് മിസ്രൈമിന്റെ വിശുദ്ധീകരണത്തിന് അനിവാര്യമാണ്. അടിമത്വമാണ് അനീതി, അസമത്വമാണ് അശുദ്ധി എന്ന് തിരിച്ചറിയാൻ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ പ്രാപ്തമാക്കുന്ന ചില നിയമങ്ങളാണ്, നിയമസംഹിതകളാണ് ലെവിറ്റിക്കസിൽ നമ്മളോട് പറയുന്നത്. ദൈവം പറയുന്നു ഞാൻ വിശുദ്ധനാകുന്നു. നമ്മൾ താഴോട്ട് വായിച്ചാൽ മതി. പുറപ്പാട് സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 9-10 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളുടെ നിലത്തിലെ വിള കൊയ്യുമ്പോൾ വയലിന്റെ അരികെ തീർത്ത് കൊയ്യരുത് എന്ന് വെച്ചാൽ അവിടുത്തെ പരദേശികളെ കാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പരദേശികൾ പുലരണം. അതൊരു ദൈവികമായ നീതിയുടെ ഭാഗമാണ്. ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമാണ് പരദേശികളെ പരിപാലിക്കുക എന്ന് പറയുന്നത്. അതായത് ഊറ്റിയെടുക്കൽ എന്നർത്ഥം. ഇന്നിപ്പോ ഊറ്റിയെടുക്കലാണല്ലോ, ചൂഷണമാണ്. പ്രകൃതിയെയും സകലതിനെയും ബന്ധങ്ങളെയും ഒക്കെ ഊറ്റിയെടുക്കലാണ്. അതിന്റെ വളരെ 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 ഐഡിയൽ ആയിട്ടുള്ള ഒരു ചിഹ്നമാണ് ATM മെഷീൻസ് എന്നൊക്കെ പറയുന്നത്. ഊറ്റലാണ്, ഊറ്റിയെടുക്കൽ. അവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഐ ആം യുവർ ഗോഡ്. ഈ ഊറ്റിയെടുക്കലുകളിൽ സുജീവനം നടക്കില്ല, അത് ദുർജീവനാണ്. അത് ഏത് തലത്തിലാണെങ്കിലും. അതിനുശേഷം 19-ന്റെ 13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, നീ കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവന്റെ വസ്തു കവർച്ച ചെയ്യരുത്, അവന്റെ കൂലി പിറ്റേന്ന് രാവിലെ പിടിച്ചു വെക്കരുത്. ഇതൊക്കെ വായിച്ചാൽ പിന്നെന്താണ് പ്രശ്നം? ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇന്നിപ്പോ ജീവിക്കാൻ പറ്റും. നമ്മളൊക്കെ ചിലരൊക്കെ സുജീവനം നടത്തുന്നത് ഇതൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ദൈവത്തിന് നാം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ച മനസ്സിലായല്ലോ. ചുമ്മാ തട്ടിപ്പാണ് കേട്ടോ. നമ്മുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, ശുദ്ധ ശുദ്ധ ശുദ്ധ, എല്ലാം തട്ടിപ്പാണ്. ആരാണ് ഇതൊക്കെ പാടുന്നത് നമുക്കറിയത്തില്ല. ഈ പാട്ടുകൾ കൊണ്ട് പൊഴച്ചു പോകുന്നവരാ നമ്മള്. അപ്പൊ പാട്ടുകൾ പാടുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എന്നെ തന്നെ എപ്പോഴും എന്താണ് രസകരമായി തോന്നുകയാണ്. എന്താണ്, ഞാൻ അയോഗ്യൻ ശുദ്ധ നാഥാന്നൊരു പാട്ടുണ്ട്. ഐ ആം നോട്ട് വർതി ലോർഡ് എന്ന് പറഞ്ഞ പാട്ട്. സാധാരണ കമ്മ്യൂണിന് പാടുന്ന പാട്ടാണ്. അത് നിങ്ങൾ പാടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാ യോഗ്യൻ എന്നാ പാടുന്നത്. എഴുതി വെച്ചേക്കുന്ന ഒന്നും പാടുന്നത് നമ്മളെ കുഴപ്പം. അങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഒന്നും അല്ലല്ലോ പലരും പാടുന്നതും പാരായണം ചെയ്യുന്നത്. ഒന്ന് എഴുതി വെക്കും, വേറെ എല്ലാം പാരായണം ചെയ്യും. അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, എന്താണ്, നിന്റെ പുസ്തകത്തിൽ എന്തോ എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അല്ലെ? ന്യായശാസ്ത്രിയുടെ കർത്താവ് ചോദിക്കുന്നുണ്ട് ശമരിയാക്കാരന്റെ ഉപമയുടെ പ്രാരംഭമായി, എങ്ങനെ എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും ഒക്കെ വളരെ പ്രസക്തമാണ്. ചിലര് വായിക്കാൻ ചിലത് അന്നേരമാണ് പാടുന്നത്. എടുത്തു വെച്ചില്ലേ അന്ന് അവന്റെ കാര്യം കട്ടപ്പുകയാണ്. എടുത്തു വെക്കാൻ ഒരാൾ, വായിക്കാൻ വേറൊരാൾ. എടുത്തു വെക്കാൻ ഒരാൾ, വായിക്കാൻ വേറൊരാൾ. എനിവേ, അതാണ് നീതി എന്ന് പറയുന്നത്. 33-34 വാക്യങ്ങളിൽ സമാനമായി പറയുന്നു, പരദേശി നിന്നോടുകൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ആയിരിക്കണം. അവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കാരണം നിങ്ങളും മിസ്രൈം ദേശത്തെ പരദേശി. ഇതൊക്കെയാണ് ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടാനുള്ള എളുപ്പമാർഗം. അല്ലാതെ പ്രാർത്ഥന നീട്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല.
ഇതൊരു ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ബദൽ ലോകത്തെ, നമ്മളുടെ ഇന്നത്തെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഇന്നത്തെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്കും ചിന്താഗതികൾക്കും ഒക്കെ വിരുദ്ധമായ ഒരു ജീവിത ശൈലി, ഒരു ആശയ സംഹിത, ഒരു ദർശനം നമ്മളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മുടെ അയൽപ്പക്കങ്ങളെ കുറിച്ച്, നാം അറിയാത്തവരെ കുറിച്ച് ഉണ്ടാകുന്ന ഇടത്താണ് ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കുക. ദൈവത്തിന്റെ നാമം തുച്ഛീകരിക്കുന്നത്, മലിനമാക്കുന്നത്, അശുദ്ധമാക്കുന്നത് പുറത്തുള്ളവരൊന്നുമല്ല, നമ്മളൊക്കെ തന്നെയാണ്. അതൊന്നും ഞാൻ എക്സാമ്പിൾസ് ഒന്നും സൈറ്റ് ചെയ്യുന്നില്ല. സൈറ്റ് ചെയ്താൽ വിഷമമാവും, അല്ലേ? അതുകൊണ്ട് ആരാണ് ദൈവത്തിന്റെ നാമം ഇത്രത്തോളം ഈ ചുറ്റുപാടുകളിൽ ഹീനമാക്കുന്നത്, അല്ലേ? ഇവിടെ വളരെ ഗൗരവമായി കാണേണ്ട 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മളോട് പറയുന്നത് ഒരു പുതിയ ജീവിത ശൈലിയെ കുറിച്ചാണ്, ഒരു പുതിയ ജീവിത സാഹചര്യത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന നമ്മളോട് പറയുന്നത്. സോ ദിസ് പ്രേയർ, വി ഹാവ് ടു പുട്ട് ദിസ് പ്രേയർ ഇൻ പെർസ്പെക്റ്റീവ്. ഒന്നാമതായിട്ട് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ദൈവത്തിന്റെ നാമം അത് നമുക്ക് പരിമിതപ്പെടുത്താൻ, നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ, നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ പ്രാർത്ഥന, ഈ സപ്ലിക്കേഷൻ നമ്മളോട് പറയുന്നത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്താനുള്ള ഒരു ആഹ്വാനമാണ്. മാത്രമല്ല, ക്രിസ്ത്യൻ പ്രാക്സിസ് എന്നുള്ള നിലയിൽ അത് നമ്മളോട് ആവശ്യപ്പെടുന്ന ദൈവത്തിന്റെ നീതി, അതായത് ദ ഹോളിനെസ് ഓഫ് ഡിവൈൻ ജസ്റ്റിസ്, ദൈവിക നീതിയുടെ വിശുദ്ധി ഈ ലോകത്തിൽ നമ്മുടെയൊക്കെ ജീവിത ക്രമങ്ങളിലൂടെ, ജീവിത സാധ്യതയിലൂടെ മുൻപോട്ട് വയ്ക്കാനാണ്. സിംപ്ലി ദിസ് അപ്ലിക്കേഷൻ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ, സുജീവനവുമായി ബന്ധപ്പെടുത്തി സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സപ്ലിക്കേഷൻ ഫോർ ഡീടോക്സിക്കേഷൻ. നമ്മൾ ഇത് വളരെ വിഷലിപ്തമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ബിക്കോസ് ഗോഡ് ആൻഡ് റിലീജിയൻ ബിക്കംസ് ദ ടോക്സിക്. അതൊരു വലിയ വിഷമാണ്. രാമന്റെ പേരിൽ, കൃഷ്ണന്റെ പേരിൽ, അല്ലാഹുവിന്റെ പേരിൽ, ക്രിസ്തുവിന്റെ പേരിൽ, ആരുടെ എല്ലാം പേരിലൊക്കെ പോർമുഖങ്ങൾ തീർത്ത് പരസ്പരം പോരടിച്ച് സുജീവനം നടത്തേണ്ട ഇടങ്ങളെ അക്രമത്തിന്റെ, അതിക്രമത്തിന്റെ, കയ്യേറ്റത്തിന്റെ, കൊലപാതകത്തിന്റെ, രക്തം ചൊരിച്ചലുകളുടെ ഇടങ്ങളാക്കി മാറ്റുന്നത് ഈ ടോക്സിക് ആയി തീരുന്നത് കൊണ്ടാണ്. ചില ബന്ധങ്ങൾ ടോക്സിക് ആണ്. റിലേഷൻഷിപ്സ് ആർ ടോക്സിക്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അത്യാർത്തി, അല്ലേ? എല്ലാം വി യൂസ് ഗോഡ്സ് നെയിം ടു ഹാലോ വാട്ട് വി ഡിസയർ. നമ്മൾ ആഗ്രഹിക്കുന്നതിനെ വിശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ പേരിനെ ഉപയോഗിക്കുന്നവരുണ്ട്. ആർത്തിയും അത്യാഗ്രഹവും അസൂയയും ഒക്കെ ഇതിനെ വിശുദ്ധീകരിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനകൾ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ വിശുദ്ധീകരിക്കാനാണ്. വി ആർ ടെല്ലിങ് ഗോഡ് ടു ഹാലോ വാട്ട് വി ഡിസയർ. നോ, നമ്മൾ ആഗ്രഹിക്കുന്നതിനെ വിശുദ്ധീകരിച്ചെടുക്കാനുള്ളതല്ല, നമ്മുടെ താല്പര്യങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കാനുള്ളതല്ല. അവിടെയാണ് സുജീവനം പ്രതിസന്ധിയിലാകുന്നത്. ദൈവത്തോടും നമ്മുടെ ചുറ്റുപാടുകളോടും നീതിപൂർവമായി, ഭക്തിയോടുകൂടെ, ആദരവോടുകൂടെ ഇടപെടുന്ന ഇടങ്ങളിലാണ്. ഹോളിനെസ് ഈസ് സംതിങ് ടു ബി റെസ്പെക്റ്റഡ്. അതുകൊണ്ടാണ് ദൈവം വിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അഫെക്ഷൻ വിത്ത് റെസ്പെക്ട്, അല്ലെ? അത് ബഹുമാനമുള്ള, ആദരവുള്ള അടുപ്പത്തിനാണ് ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളോട്, നമ്മളോട്, നമ്മുടെ ബന്ധങ്ങളോട്, നമ്മുടെ ജീവിത ശൈലികളോട്, നമുക്ക് മുമ്പിൽ വയ്ക്കുന്നതിനോടൊക്കെ ആദരവോടുകൂടെ ഇടപെടാൻ കഴിയുന്ന ഇടത്ത് മാത്രമേ ഈ ടോക്സിക് ആയിട്ടുള്ള, വിഷലിപ്തമായിരിക്കുന്ന, ബാധിക്കപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു പുതിയ ജീവിതം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കും മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യരോട് പറഞ്ഞതുപോലെ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ സഭയായി നമുക്കും സൽഗുണ സമ്പൂർണതയിലേക്ക്, സുജീവനത്തിലേക്ക് വളരാൻ, കൈപിടിച്ചുയരാൻ, ഒരുമിച്ച് വളരാൻ, ഒരുമിച്ച് പുരോഗമിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സ്ത്രീയന സഖ്യത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ. ഒരു വഴിവിളക്കായി
കൈവട്ടമായി നിങ്ങളുടെ ഇടപെടലുകൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.